അല്ല ഞാൻ പറഞ്ഞത് 2020-യിൽ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാമെന്ന് പറഞ്ഞ ആൾക്കാർ തെരഞ്ഞെടുപ്പ് തുടങ്ങി പ്രവർത്തനം തുടങ്ങിയ സമയത്ത് ഇവർ ചെയ്യേണ്ട അതായത് എനിക്ക് 5 പൈസ തരണ്ട. ഒരു തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുമ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെതായ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതായത് എൻ്റെ പോസ്റ്റർ എൻ്റെതായ രീതി ചെയ്യണം, എനിക്ക് ഫോട്ടോഷൂട്ട് ചെയ്യണം, എനിക്ക് കുറേ ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ട്. അത് തെരഞ്ഞെടുപ്പ് നിങ്ങളൊക്കെ പല കാര്യങ്ങൾ അത് കണ്ടിട്ടുണ്ടാവും. ഇതെല്ലാം ചെയ്യണമെന്ന് ഞാൻ കൃത്യമായ കണക്കുകൾ എഴുതി കൊടുത്തു, അതിനുള്ള എക്സ്പെൻസ് മാത്രം എഴുതി കൊടുത്തു. പക്ഷേ ഇത് ആദ്യത്തെ ഒരാഴ്ചയും തന്നില്ല. അതിനു മുമ്പ് ഒരു 5 ലക്ഷം രൂപ എൻ്റെ ഇലക്ഷൻ അക്കൗണ്ടിൽ ഇട്ട് കേട്ടോ. പക്ഷേ അത് നമുക്ക് എടുത്ത് ചിലവഴിക്കാൻ പറ്റത്തില്ല. കാര്യം തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യത്തെ 10,000 രൂപ മാത്രമല്ലേ നമുക്ക് ഈ നിയമസഭ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ഷൻ കമ്മീഷന് കണക്ക് കാണിക്കേണ്ടതാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്ക് കാണിക്കേണ്ട ആ അക്കൗണ്ടിൽ ഇട്ടേക്കുന്ന പൈസയ്ക്ക് കൃത്യമായിട്ട് ബില്ലടക്കം വേണം നമ്മൾ ചിലവഴിക്കാൻ. അല്ലാതെ ഇപ്പം നമ്മളിപ്പോൾ ഒരാൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്തു, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നതിന് റൂം എടുത്തു കൊടുത്തു, ഇതിനെല്ലാം ചിലവല്ലേ. ഒരു ദിവസം നമ്മുടെ കൂടെ 10-25 പേര് നടക്കുകയല്ലേ, ഇവർക്കെല്ലാം ഭക്ഷണം മേടിച്ചു കൊടുക്കണ്ടേ. ഇപ്പോൾ ഓൺലൈൻ മാധ്യമ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ ഫുൾ ടൈം നടക്കുന്നു, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ഈ ചിലവിനുള്ള പൈസ തരാത്തപ്പോഴാണ് ഞാൻ ആദ്യം ഇത് ചെയ്യുന്നത്. പിന്നീട് ഞാൻ ചിലവാക്കിയ പൈസകൾ എനിക്ക് തിരിച്ചു വന്നു. ഇത് നിങ്ങൾ കൃത്യമായിട്ട് അങ്ങനെ അത് ഇത് ഞാൻ പറഞ്ഞു പിന്നെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ചിലവായ പൈസ ഇവർ എനിക്ക് തിരിച്ചു തന്നു. ഒരു സ്ഥാനാർത്ഥിക്ക് ഇപ്പം തൃപ്പൂണിത്തുറയിൽ അഞ്ജലിയോട് ഞാൻ ചോദിച്ചു, അഞ്ജലി എനിക്ക് പൈസയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ അഞ്ജലി എൻ്റെ പൊന്നി ചേട്ടാ, ഇത് നാട് മുഴുവൻ നടന്ന് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഇതാണ്,